ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് ആൻഡ് എക്കണോമിക്സ് ആണ്. സോ ബേസിക്കലി ബിസിനസ് എന്താണ്? അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ബിസിനസ് ചെയ്യുന്നു, എന്തായിരിക്കും അവിടെ ലാഭം ഉണ്ടാക്കുന്നു, അല്ലെ പൈസ ഉണ്ടാക്കുന്നു, അല്ലെ. പക്ഷെ ഉണ്ടാക്കുന്നത് എങ്ങനെയായിരിക്കും? ഒന്നെങ്കിൽ ഗുഡ്സുകൾ അല്ലെങ്കിൽ സാധനങ്ങളുടെ എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ സർവീസിന്റെ എക്സ്ചേഞ്ചോ ആയിരിക്കും എന്നുള്ളതാണ്. ഇതാണ് ബേസിക്കലി ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ടൈപ്പ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റി രണ്ടായിട്ടിരിക്കുന്നുണ്ട്, ഇൻഡസ്ട്രി എന്നും കൊമേഴ്സ് എന്നും. സോ ബേസിക്കലി എന്താ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരുകൾ ചേർന്നിട്ട് ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെടുകയാണ്, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരും കുറച്ച് ആക്ടിവിറ്റീസും ഉണ്ടായിരിക്കും. പക്ഷെ അവരുടെ മെയിൻ എയിം വെച്ചാൽ ഒന്നുകിൽ ഗുഡ്സ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ സർവീസ് കൊടുക്കുകയോ എന്നുള്ളതാണ്. ഇപ്പൊ ഗുഡ്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പൽ ഉണ്ടാക്കുക, ഫ്ലൈറ്റ് ഉണ്ടാക്കുക, ഹെലികോപ്റ്റർ ഉണ്ടാക്കുക, അപ്പൊ അത് ഗുഡ്സ് ആണ് അല്ലെ. ഇനി സർവീസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്തൊക്കെ ആയിരിക്കാം? മേ ബി അത് ഹെൽത്ത് കെയർ സർവീസ് ആകാം, പിന്നെ ടെലിഫോണിക് കമ്മ്യൂണിക്കേഷൻ സർവീസ് ആകാം, അപ്പൊ എന്ത് വേണമെങ്കിലും ആകാം അല്ലെ. സോ ഇറ്റ് ഇൻക്ലൂഡ് ദ പ്രൊഡ്യൂസിംഗ് ഓഫ് കൺസ്യൂമർ ഗുഡ്, ക്യാപിറ്റൽ ഗുഡ് ആൻഡ് ഇന്റർമീഡിയറ്റ് ഗുഡ്. അപ്പം അവിടെ തന്നെ ഗുഡ്സുകൾ തന്നെ കൺസ്യൂമർ ഗുഡ് ആകാം, ക്യാപിറ്റൽ ഗുഡ്സ് ആകാം, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആകാം. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന കൊമേഴ്സ് ആണ്. കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ ഒരു ആസ്പെക്ട് എന്ന് പറയാം. ബേസിക്കലി പ്രൊഡ്യൂസേഴ്സും കസ്റ്റമേഴ്സ് തമ്മിൽ ഒരു ലിങ്ക് ഉണ്ടായിരിക്കും, ലിങ്ക് ഓഫ് ദ ലിങ്ക് എന്നൊക്കെ പറയില്ല. അതേപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സും കസ്റ്റമേഴ്സ് തമ്മിലൊരു വൈറ്റൽ ലിങ്ക് ഉണ്ടായിരിക്കും. ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സും അല്ലെങ്കിൽ സർവീസും ഒക്കെയാണ് ഉണ്ടായിരിക്കുക. ഒരു മനുഷ്യന് ആവശ്യമായ കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് കൊമേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ എങ്ങനെയാ പറയാ? ഇപ്പം ഇപ്പോഴത്തെ കൊമേഴ്സ് ഒന്നും വലിയ സുഖമില്ല, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കൊമേഴ്സ്യൽ മാർക്കറ്റ് വലിയ സുഖമില്ല. ദാറ്റ് മീൻസ് എന്താ പറയാ? നിങ്ങൾ കടയിൽ പോയിട്ട് കുറച്ച് മുളക് പൊടി വാങ്ങുന്നു അല്ലെങ്കിൽ മല്ലിപ്പൊടി വാങ്ങുന്നു, അത് ബിസിനസ് ആണ്, ബിസിനസ്സിൽ കൊമേഴ്സ് ആണ്. അതായത് ഇറ്റ് ഇൻവോൾവ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഇപ്പൊ എക്സാമ്പിൾ, ഞാൻ എൻ്റെ വീട്ടിൽ ഇരുന്ന് എന്ത് ചെയ്യുന്നു? കുറച്ച് മുളക് ഉണക്കി മുളക് പൊടിച്ച് ഒരു കവറിലാക്കി വെക്കുന്നു. ഈ കവർ എന്ത് ചെയ്യുന്നു? ഒരു ഹോൾസെയിലർ അല്ലെങ്കിൽ ഒരു കടക്കാരൻ വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അയാൾ വെക്കുന്നു. അപ്പൊ നിങ്ങൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നു? ആ സാധനം വാങ്ങുന്നു. അതാണ് എന്ത്? കൊമേഴ്സ് എന്ന് നമുക്ക് പറയാം കേട്ടോ. സോ ഗുഡ്സും സർവീസും പ്രൊഡ്യൂസ് ചെയ്യുന്നു ബൈ ഇൻഡസ്ട്രി ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ നീഡ്. സോ കൊമേഴ്സിനകത്ത് എങ്ങനെയാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇൻഡസ്ട്രിയും കൂടെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ ഞാൻ മുളക് പൊടി ഉണ്ടാക്കിയില്ലേ, അത് ഇൻഡസ്ട്രി ആയിട്ട് കണക്കാക്കുക. ഓക്കെ, അത് ഇൻഡസ്ട്രി ആയിട്ട് കണക്കാക്കുക. അവിടെ നിന്ന് സാധനം കൊണ്ടുവരുന്നു, വിൽക്കുന്നു, ചെയ്യുന്നു, കൊടുക്കുന്നു. ഓക്കെ, ഇപ്പൊ കാര്യം മനസ്സിലായി. എന്താ ഇൻഡസ്ട്രി എന്ന് മനസ്സിലായി, എന്താ കൊമേഴ്സ് മനസ്സിലായി. കൊമേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയും കൂടെ ഇൻക്ലൂഡ് ആണ്. ഇൻഡസ്ട്രി എന്താണ് ഉദ്ദേശിച്ചു അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ ടൈപ്പ് ഓഫ് ഗുഡ്സ് ഇൻ ഇൻഡസ്ട്രി. നമുക്ക് ഇൻഡസ്ട്രിയിൽ എത്ര ടൈപ്പ് ഓഫ് ഗുഡ്സുകളാണ് നമുക്ക് ഉള്ളത് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, കൺസ്യൂമർ ഗുഡ്, ക്യാപിറ്റൽ ഗുഡ്, ഇന്റർമീഡിയറ്റ് ഗുഡ് ഞാൻ പറഞ്ഞു അല്ലേ. സോ ഫസ്റ്റ് വൺ ഈസ് കൺസ്യൂമർ ഗുഡ്സ് ആണ്. സോ കമ്മോഡിറ്റി യൂസ്ഡ് ബൈ കൺസ്യൂമർ ടു സാറ്റിസ്ഫൈ കറന്റ് വാണ്ട് ഓർ നീഡ്. നിലവിൽ നിങ്ങൾക്ക് എന്താണ് അത്യാവശ്യം അത് നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നിങ്ങളുടെ മക്കൾക്കൊരു ബൈക്ക് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാർ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മൈക്രോ ഓവൻ വേണം, നിങ്ങൾക്കൊരു കണ്ണാടി വേണം. അതാണ് കൺസ്യൂമർ ഗുഡ്. ഇപ്പൊ എന്താണോ ആവശ്യം, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്താണോ വേണ്ടി വരിക, അല്ലെങ്കിൽ ഇപ്പൊ കറന്റ് സിറ്റുവേഷൻ എന്ത് വേണം, അതാണ്. നെക്സ്റ്റ് ക്യാപിറ്റൽ ഗുഡ്, ഓൾസോ നോൺ ആസ് എ റോ മെറ്റീരിയൽ. ദീസ് ആർ യൂസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് അതർ ഗുഡ്. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇതിനെ റോ മെറ്റീരിയൽസ് എന്നാണ് പറയുക. മറ്റുള്ള സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങുന്ന സാധനം. അതായത് ഇപ്പൊ പായസം ഉണ്ടാക്കാൻ വേണ്ടി കണ്ടൻസ്ഡ് മിൽക്ക് വാങ്ങുന്നു, അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ബിരിയാണി റൈസ് മേടിക്കുന്നു. അതൊക്കെയാണ് ക്യാപിറ്റൽ ഗുഡ്. സോ എക്സാമ്പിൾ പറയുവാണെങ്കിൽ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്, ഷിപ്പ് മോട്ടോഴ്സ് ആൻഡ് എൻജിൻസ് ഒക്കെയാണ് എക്സാമ്പിൾ വരിക. സോ നെക്സ്റ്റ് വൺ ഈസ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആണ്. എന്താണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആണ്? end point of one industry uses input in another industry to produce other product. എക്സാമ്പിൾ വയേഴ്സ്, കേബിൾസ് ആൻഡ് റിമോട്ട് ആണ്. സോ എൻ പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കുമല്ലോ, നമുക്ക് അവസാനമായിട്ട് ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു ഇൻഡസ്ട്രി മറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. അതാണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പായസം ഉണ്ടാക്കി വിൽക്കാനായിട്ട് പോവുകയാണ്. ശ്രദ്ധിക്കണേ, പായസം ഉണ്ടാക്കിയിട്ട് വിൽക്കാൻ പോവാ. നിങ്ങൾ കുടിക്കാനല്ല പോകുന്നത്, വിൽക്കാനാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? കടയിൽ പോകുന്നു, കണ്ടൻസ് മിൽക്ക് വാങ്ങുന്നു. കണ്ടൻസ് മിൽക്ക് എന്ന് പറഞ്ഞാൽ നെസ്ലയുടെ ഒരു പ്രൊഡക്റ്റ് ആണ്, നെസ്ലെ ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് ആണ്. അതെന്താണ്? അത് ഓൾറെഡി കൺസ്യൂമർ ഗുഡാണ് നിങ്ങളെ സംബന്ധിച്ച് അല്ലെ. സോ നിങ്ങൾ അത് മേടിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മളെ ഇൻഡസ്ട്രി സംബന്ധിച്ച് ഒരു ക്യാപിറ്റൽ ഗുഡാണ്. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ റോ മെറ്റീരിയൽ മേടിക്കുക ചെയ്യുന്നത് അല്ലേ. ബേസിക് അതുപോലെ മേടിച്ച് നമ്മൾ ഉപയോഗിക്കുക ചെയ്യുക. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ അത് കൺസ്യൂമർ ഗുഡ്. അപ്പോൾ ഒന്നെങ്കിൽ കൺസ്യൂമർ ഗുഡ് ആകാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ് ആകാം. സോ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഗുഡ് മേടിക്കുന്നു, ഈ കണ്ടൻസ് മിൽക്ക് മേടിക്കുന്നു, നമ്മൾ ഉണ്ടാക്കുന്നു, നമ്മളത് വിൽക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെ സംഭവിച്ചു? ഒരു ക്യാപിറ്റൽ ഗുഡ് ഉണ്ടായി,
ഇന്റർമീഡിയറ്റ് ഗുഡും ഉണ്ടായി. കണ്ടോ, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ വേണ്ടി, വേറൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റൊരു ഗുഡ് അല്ലെങ്കിൽ ഒരു എൻ പ്രൊഡക്റ്റ് മേടിക്കും എന്നുള്ളതാണ്. എൻ പ്രൊഡക്റ്റ് ഇവിടെ കണ്ടൻസ് മിൽക്കാണ്. സോ കണ്ടൻസ് മിൽക്ക് എന്ന് വെച്ചാൽ നമ്മളെ ഇപ്പൊ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. നമുക്ക് ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പൊ സാധനം വേണം, അപ്പൊ അത് കൺസ്യൂമർ ഗുഡ് ആകാം. ഇല്ലെങ്കിൽ ഒരു റോ മെറ്റീരിയൽ ആയിട്ട് കൺസിഡർ ചെയ്യാം, മറ്റൊരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാപിറ്റൽ ഗുഡും ആകാം. സോ ബേസിക്കലി നമുക്ക് കണ്ടൻസ് മിൽക്ക് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ ആയിട്ട് കൺസിഡർ ചെയ്യാൻ ചില സമയത്ത് പറ്റിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ടാണ് ഒന്നുകിൽ കൺസ്യൂമർ അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ കൺഫ്യൂഷൻ ആവണ്ട, ഭയങ്കര സിമ്പിൾ കാര്യമാണ്. സോ ഫംഗ്ഷൻ ആൻഡ് സബ് ഡിവിഷൻ ഓഫ് കൊമേഴ്സ്. സോ കൊമേഴ്സിനകത്ത് സബ് ഡിവിഷൻ ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ട്രേഡ്. ട്രേഡ് എന്ന് വെച്ചാൽ നിങ്ങൾ വാങ്ങുന്നത്, വിൽക്കുന്നത്, എക്സ്ചേഞ്ച് ചെയ്യുന്നത് എല്ലാം ട്രേഡാണ്. ബൈയിങ്, സെല്ലിംഗ്, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ് എല്ലാം എന്താണ്, കൊമേഴ്സ്യൽ ആക്ടിവിറ്റികൾ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടു. ഇനി എയ്ഡ്സ് ടു ട്രേഡ്, അതായത് ട്രേഡിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സപ്പോർട്ടിംഗ് ഫംഗ്ഷൻ ദാറ്റ് ഫെസിലിറ്റേറ്റ് ട്രേഡ്സ് ഇൻക്ലൂഡിംഗ് ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ്, ഇൻഷുറൻസ്, വെയർ ഹൗസ്, പാക്കിംഗ് ആൻഡ് അഡ്വർടൈസിങ്. സോ നിങ്ങൾക്കൊരു സാധനം മേടിക്കണം, നിങ്ങൾക്കൊരു സാധനം വിൽക്കണം. സോ നിങ്ങൾക്ക് ഇപ്പോൾ വിൽക്കേണ്ടത് കാസർഗോഡ് കൊണ്ടുപോയാണ് പായസം വിൽക്കേണ്ടത്. അപ്പം എന്ത് ചെയ്യണം, ഈ പായസം വണ്ടി കയറ്റി കൊണ്ടുപോകണം അല്ലെ. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലെ. സോ അത് മാത്രമല്ല പാക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ അഡ്വർടൈസ് ചെയ്യണം അല്ലെ. അപ്പം നമുക്ക് ഈ ഒരു കാര്യം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ട്രേഡ് ചെയ്യാനായിട്ട് ആവശ്യമായി ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ്, ഇൻഷുറൻസ്, അതൊക്കെയാണ് എന്ത്, എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറയാം. അടുത്ത ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ ഡിസ്ട്രിബ്യൂഷൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ സാധനങ്ങൾ മൂവ് ചെയ്യുന്നതിന് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ, അത് വേരിയസ് ചാനലാകാം, സ്കൈ ആകാം, എയർ ആകാം, സ്കൈ മീൻസ് എയർ ആണ് കേട്ടോ, എയർ ആകാം, വാട്ടർ ആകാം, ബൈ റോഡ് ആകാം, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ആണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാം എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രേഡ്സ് ആണ്. ട്രേഡ്സ് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഇന്റേണൽ ട്രേഡും ഉണ്ട്, ഇന്റർനാഷണൽ ട്രേഡും ഉണ്ട്. ഇന്റേണൽ ട്രേഡ് എന്ന് വെച്ചാൽ കേരള, തമിഴ്നാടു, കർണാടക ഒക്കെയാണ് ഇന്റേണൽ ട്രേഡ്, ദാറ്റ് ട്രേഡ് വിത്തിൻ എ കൺട്രി. സോ നെക്സ്റ്റ് വൺ ഈസ് ഇന്റർനാഷണൽ ട്രേഡ് ആണ്. ഇവിടെ എന്ന് വെച്ചാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ, അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇന്ത്യ ടു ബ്രിട്ടൻ ടു ഇംഗ്ലണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അവിടെ ഇമ്പോർട്ടും എക്സ്പോർട്ടും എൻട്രി പോർട്ട് ട്രേഡ്സ് ഒക്കെ നടക്കാറുണ്ട്. അപ്പം ഇന്റേണൽ ട്രേഡും ഉണ്ട്, ഇന്റർനാഷണൽ ട്രേഡും ഉണ്ട്. സോ അവിടെ തിരിഞ്ഞു പോകരുത് കേട്ടോ, വീണ്ടും തിരിഞ്ഞു പോകരുത്. സോ ട്രാൻസ്പോർട്ടിന് അല്ലെങ്കിൽ ട്രേഡിന് വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? എയ്ഡ്സ് ടു ട്രേഡ്, നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ട്രാൻസ്പോർട്ട്, രണ്ട് ബാങ്കിങ്. എന്താ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കൺസ്യൂമർ എത്ര ദൂരെയാണെന്നുണ്ടെങ്കിലും നമ്മൾ പറയില്ലേ, കേരളത്തിൽ എവിടെ നിങ്ങൾക്ക് ഡെലിവറി ഉണ്ട്, ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ടെന്ന് പറയില്ല. അതേപോലെ തന്നെ ഒരു ഗുഡ് നമുക്ക് അവൈലബിൾ ആക്കുക അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുക, അത് നമുക്ക് നമ്മുടെ കയ്യിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതേപോലെ തന്നെ, ഇപ്പോൾ എക്സാമ്പിൾ ഡ്രഗ്സ് ആയിക്കോട്ടെ, ഡ്രഗ് ആണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ സാധനം എത്തുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ബാങ്കിങ് ആണ്. ബാങ്കിങ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ ആർക്കും അത്ര വലിയൊരു സംഭവമല്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ബാങ്ക് വളരെ ഒരു പങ്ക് നമ്മുടെ ജീവിതത്തിൽ വഹിക്കുന്നുണ്ട്. എന്താണ്? ഫിനാൻസ് അല്ലെ. നമ്മൾ GPay ചെയ്യുന്നു, അത് ഏത് വഴിയാണ്? ബാങ്ക് വഴി നമ്മൾ ചെയ്യുന്നതല്ലേ. അപ്പം ബേസിക്കലി നമുക്ക് ഇപ്പൊ ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം, ലോണ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിമാൻഡ് ഡിപ്പോസിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട്, അപ്പം നമുക്ക് ആവശ്യമുള്ള ഡെപ്പോസിറ്റ്സുകളും ലോണുകളും ഒക്കെ കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ബാങ്കിങ്. ഇപ്പൊ എക്സാമ്പിൾ, എനിക്കൊരു ബിസിനസ് തുടങ്ങണം. ഇപ്പൊ എന്റെ അച്ഛനും അമ്മയും ഒക്കെ ഭയങ്കര പണക്കാരാണ്, ജന്മികളാണെങ്കിലും ഓക്കെ പൈസ ഉണ്ടാവുമായിരിക്കും. പക്ഷേ അല്ലാത്തൊരാളെന്ന് എനിക്ക് ലോൺ എടുക്കേണ്ടി വരും അല്ലേ, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നടത്തേണ്ടി വരും. അപ്പൊ ആ സമയത്തൊക്കെ എനിക്ക് എന്ത് വേണ്ടി വരും? ബാങ്കിങ് വേണം. അപ്പൊ ട്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ട്രാൻസ്പോർട്ടും ബാങ്കും അത്യാവശ്യമാണ്. സോ നെക്സ്റ്റ് എയ്ഡ്സ് ടു ട്രേഡിൽ ഇൻഷുറൻസും വെയർ ഹൗസിംഗും ആണ്. സോ ഇത് മിക്കവാറും ചോദിക്കും കേട്ടോ, അതായത് മേ ബി ചോദിക്കാം എന്താണ് വാട്ട് ഈസ് ട്രേഡ്, വാട്ട് ആർ ദ എയ്ഡ്സ് ടു ട്രേഡ് എന്ന് നമ്മൾ ഇത് വേണം എഴുതാൻ കേട്ടോ. അല്ലെങ്കിൽ ഇതാണ് മനസ്സിലാക്കി എഴുതി വെക്കേണ്ടത്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ചോദ്യങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ മിക്കവാറും വരിക. സോ എയ്ഡ്സ് ടു ട്രേഡ് അത് ഇൻഷുറൻസും വെയർ ഹൗസും ആണ്. ഇൻഷുറൻസ് ഇൻഷുറൻസ് എന്തിനാ ചെയ്യുന്നത്? ചില സമയങ്ങളിൽ നമുക്ക് നാച്ചുറൽ കലാമിറ്റീസ് പോലെയൊക്കെ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടായി. അപ്പം ചിലപ്പോൾ കടലിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് പെട്ടെന്ന് വെള്ളമൊക്കെ വന്നടിച്ച് കപ്പൽ മറഞ്ഞുപോയി. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ ഇൻഷുറൻസ് അതിന്റെ കോസ്റ്റ് വഹിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ എക്സാമ്പിൾ, നമ്മളെല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാറുണ്ട്. എന്താണ്? നമുക്ക് പെട്ടെന്ന് അസുഖം വന്നാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, ക്ലെയിം ചെയ്യാം, അപ്പൊ തന്നെ പൈസ കിട്ടും അല്ലെ. അതെന്തുകൊണ്ടാണ്? ഇൻഷുറൻസ് ഉള്ളതുകൊണ്ടാണ്. അതേപോലെ തന്നെ നമ്മുടെ ഒരുപാട് റിസ്കുകൾക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരുപാട് റിസ്കുകൾ, ബിസിനസ്സിൽ ഉണ്ടാവുന്ന ഒരുപാട് റിസ്കുകളെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇൻഷുറൻസ് ആണ്. രണ്ട് വെയർ ഹൗസിംഗ് ആണ്. വെയർ ഹൗസിംഗ് എന്താ? ഇപ്പൊ എക്സാമ്പിൾ, നമ്മുടെ സാധനങ്ങൾ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നാൽ ബൾക്കായിട്ട്, ഇപ്പൊ ഞങ്ങൾ
ഞങ്ങളുടെ വീട്ടിലൊക്കെ മാസത്തിലാണ് സാധനങ്ങൾ വാങ്ങുക, അല്ലെങ്കിൽ അപ്പോഴപ്പോഴെ പോയി എല്ലാം വാങ്ങുക. മാസത്തിൽ വാങ്ങുമ്പോൾ എന്ത് ചെയ്യും, നേരെ കൊണ്ടുവന്ന് റൂമിൽ വെക്കും, എന്നിട്ട് ആവശ്യമുള്ള സാധനം നമ്മൾ എടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുക. അതേപോലെ തന്നെയാണ് ഗുഡ്സുകളെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സ്ഥലമാണ് വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത്. സോ ഒന്നെങ്കിൽ നമുക്ക് വിൽക്കുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് വിൽക്കാം. ഇപ്പം നമുക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് അടുത്ത മാസം വിൽക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ വിൽക്കുന്നതിന് വേണ്ടി നമുക്ക് സ്റ്റോർ ചെയ്യാം. ഡിസ്ട്രിബ്യൂട്ടഡ് ലേറ്റർ നമുക്ക് പിന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി, ഇപ്പം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം, അതിനും പറ്റും. അത് മാത്രമല്ല പ്രൊഡക്റ്റ് അവൈലബിലിറ്റി അല്ലെങ്കിൽ മാർക്കറ്റ് സ്റ്റെബിലിറ്റി. ഇപ്പോൾ എക്സാമ്പിൾ മാർക്കറ്റിൽ എപ്പോഴും നമുക്ക് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വെയർ ഹൗസിംഗ് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് പാക്കേജിങ് ആൻഡ് അഡ്വർടൈസിംഗ് ആണ്. സോ പാക്കേജിങ് അറിയാമല്ലോ എന്താണ്, നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ഡിസ്ട്രിബ്യൂഷനും സ്റ്റോറേജിനും സെയിലിനും യൂസിനും ഒക്കെ വേണ്ടിയിട്ട് പാക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. അഡ്വർടൈസിങ്, എന്തിനാണ് അഡ്വർടൈസ് ചെയ്യുന്നത്, നമ്മളിത് ഓൾറെഡി സെയിൽസ് പ്രൊമോഷനിൽ പഠിച്ചതാണ്. അപ്പം നിങ്ങൾക്ക് ആ ഒരു കാര്യം ഇവിടെ എഴുതാൻ പറ്റും കേട്ടോ. സോ നമ്മൾ എന്തിനാ ഒരുപാട് മീഡിയ ഉപയോഗിക്കാം, ന്യൂസ് പേപ്പർ, ടെലിവിഷൻ, മാഗസിൻ ഒക്കെ ഉപയോഗിക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്ട് എവർ നിങ്ങൾക്ക് എന്തൊക്കെ വേണമെങ്കിലും ഇവിടെ മനസ്സിലാക്കി വെക്കാം. ബിക്കോസ് ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണമെങ്കിലും വരാം, നോൺ കോമ്പറ്റീറ്റീവും കോമ്പറ്റീറ്റീവും ഒക്കെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണമെങ്കിലും വരാം എന്നുള്ളതാണ്. കുറേയൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ്. സോ എന്താ എക്കണോമിക്സ്? സോ ബേസിക്കലി എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് തന്നെ പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊമേഴ്സുമായി ഒരുപാട് ബന്ധപ്പെടുത്തി പറയാൻ പറ്റും. സോ എക്കണോമിക്സ് അതായത് ഓരോ ഇൻഡസ്ട്രി എങ്ങനെയാണ്, അല്ലെങ്കിൽ രൂപ അല്ലെങ്കിൽ ഒരു എക്കണോമിക് സിസ്റ്റം എങ്ങനെയാണ്, അല്ലെങ്കിൽ പൈസയുടെ മൂല്യം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ എക്കണോമിക്സ് ഇരിക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ഡിസ്ക്രിപ്റ്റീവ് എക്കണോമിക്, എക്സ്പ്ലെയിൻ ഫാക്ട് അബൌട്ട് എക്കണോമിക്സ് സച്ച് എസ് ഇന്ത്യസ് അഗ്രികൾച്ചർ ഇൻഡസ്ട്രി ആൻഡ് ഫോറിൻ ട്രേഡ്. സോ നമുക്ക് എക്കണോമിക്സ് നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് പറയാൻ പറ്റില്ല. ഇങ്ങനെയായിരിക്കും എക്കണോമിക്സ് അല്ല, എക്കണോമിക്സിനെ പിന്നെയും ബ്രാഞ്ചുകളായിട്ട് പറയുന്നുണ്ട്, എന്നാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. സോ ഡിസ്ക്രിപ്റ്റീവ് എക്കണോമിക്സിൽ പറയുന്നത് നമ്മുടെ അഗ്രികൾച്ചർ ഇൻഡസ്ട്രി എങ്ങനെയാണ്, നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് അഗ്രികൾച്ചറാണ്. അപ്പോൾ ഫോറിൻ ട്രേഡ്സ്, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് രാജ്യങ്ങൾ തമ്മിലുള്ള വിനിമയം നടത്തുന്നത്, രൂപയുടെ വിനിമയം നടത്തുന്നത്. കാര്യം നമ്മളെ സംബന്ധിച്ച് നമ്മളെ ഇന്ത്യയിൽ പൈസ വരുന്നത് എങ്ങനെയാ, പുറത്തുള്ള രാജ്യത്തിലുള്ള ആൾക്കാർ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോഴാണ് അല്ലേ, അല്ലെങ്കിൽ കുറേ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണ് നമുക്ക് ഫോറിൻ ട്രേഡ്സ് ഒക്കെ നമുക്ക് കിട്ടുക അല്ലേ, അല്ലെ പൈസ ഒക്കെ നമുക്ക് ഉണ്ടാവുക അല്ലെ. പിന്നെ അഗ്രികൾച്ചർ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ കയറ്റി അയക്കുന്നു, എന്തോരം പച്ചക്കറികൾ ഫാം ഫ്രഷ് എന്നൊക്കെ പറഞ്ഞ് അയക്കുന്നത് അല്ലേ, ഇന്ത്യയിൽ നിന്ന് ഒരുപാട് അയക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് വൺ ഇസ് എക്കണോമിക് തിയറി ആണ്, ഡീൽ വിത്ത് ഫങ്ഷൻസ് ഓഫ് എൻ എക്കണോമിക് സിസ്റ്റം ഇൻക്ലൂഡിങ് പ്രൊഡക്ഷൻ കോസ്റ്റ്, മാർക്കറ്റിംഗ് കോസ്റ്റ്, പ്രൈസിങ് സ്ട്രാറ്റജി. അപ്പം എങ്ങനെയാണ് ഒരു സാധനം പ്രൊഡക്ഷൻ ചെയ്യേണ്ടത്, എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ എക്കണോമിക് തിയറിക്കകത്ത് പറയുന്നു. ആൻഡ് അപ്ലൈഡ് എക്കണോമിക്സ് ആണ്, ഇവിടെയാണ് നമ്മൾ റിയൽ വേൾഡ് കോണ്ടെക്സ്റ്റ് എങ്ങനെയാണ് എക്കണോമിക്സ് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ വർക്ക് ചെയ്യും എന്നുള്ളത് എഴുതുന്ന കാര്യങ്ങളാണ്. സോ ബേസിക്കലി ഇവിടെ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട എത്രയേ ഉള്ളൂ, എക്കണോമിക്സ് എടുത്ത് ചോദിക്കുന്നുണ്ടാവില്ല, അത് മനസ്സിലാക്കാനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പോർഷൻ മാത്രമാണ് കേട്ടോ. സോ ടൈപ്പ് ഓഫ് ബിസിനസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഫസ്റ്റ് വൺ ഈസ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. സോ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയും. സോ എ ബിസിനസ് ഓൺ ആൻഡ് ഓപ്പറേറ്റ് ബൈ സിംഗിൾ ഇൻഡിവിജ്വൽ. ഇപ്പം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു, ഞാൻ സ്വന്തമായിട്ടാണ് ഈ ബിസിനസ് ഇട്ടിരിക്കുന്നത്. ബിസിനസ് വെച്ചാൽ എൻ്റെ ഒരു എഡ്യൂടെക് അല്ലെങ്കിൽ എഡ്യൂടെക് എന്ന് പറഞ്ഞാൽ ഈ സ്വന്തം ബിസിനസ്. സോ അത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണ്, അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ഇട്ടിരിക്കുന്ന സാധനമാണ് കേട്ടോ. രണ്ട് പാർട്ണർഷിപ്പാണ്, ഞാനും എൻ്റെ അനിയനും കൂടെ ചേർന്നിട്ടാണ് ഇമ്പൾസ് ഇട്ടുണ്ടെങ്കിൽ അത് പാർട്ണർഷിപ്പാണ്. രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാർ ചേർന്ന് ചെയ്യുന്ന ബിസിനസ്സിന് നമ്മൾ പാർട്ണർഷിപ്പ് എന്ന് പറയുക. ഇവിടെ റെസ്പോൺസിബിലിറ്റിയും പ്രോഫിറ്റും ഈക്വലി പോകും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ എനിക്ക് നഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നഷ്ടമാണ്. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ച് റെസ്പോൺസിബിൾ എടുക്കും. ഇനി ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ആണ്. സോ ബേസിക്കലി എ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ യൂണിക് ടു ഇന്ത്യ ബേസ്ഡ് ഓൺ ഹിന്ദു ലോ. സോ ബേസിക്കലി ഇത് നമുക്ക് അത്ര സ്പെസിഫിക് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ മനസ്സിലാക്കി വെക്കുക. ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ഇതൊരു ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന ഒരു യുണീക്ക് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. ഹിന്ദു ലോ വെച്ചിട്ടാണ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൽ കുറവാണ്. ഇപ്പോൾ ചെട്ടിയാർ ബിസിനസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്പെസിഫിക് ആയിട്ട് ഒരു ഹിന്ദു കമ്മ്യൂണിറ്റി മാത്രം, ഇപ്പോൾ ഓങ്കാർ ബിസിനസ്, പിന്നെ കുന്ദൻ ജൂവലറീസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഹിന്ദു കൾച്ചർ ഗ്രൂപ്പ് ഓഫ് ബ്രാഹ്മിൻസോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ, ചെട്ടിയാർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ മാത്രം ചെയ്യുന്ന ബിസിനസ്സുകളായിരിക്കും
ആയിരിക്കും. ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ആണ്. അവർ വേറെ ആർക്കും ഈ ബിസിനസ് കൈമാറില്ല. സോ നെക്സ്റ്റ് വൺ ഇസ് ജോയിന്റ് വെഞ്ചർ ആണ്. ഇതൊരു ടെമ്പററി പാർട്ണർഷിപ്പ് ആണ്. 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ പാർട്ടീസ് ഉണ്ടായിരിക്കും. പക്ഷേ ഇതിനകത്ത് എപ്പോൾ വേണമെങ്കിലും പാർട്ട്നേഴ്സിന് ഒഴിഞ്ഞു പോവാം. ഇപ്പം എക്സാമ്പിൾ, ഇപ്പം ഞാനും നിങ്ങളും എൻ്റെ അനിയനും കൂടി ബിസിനസ് നടത്തി. നിങ്ങളൊരു ഈക്വൽ ഷെയർ ഇട്ടു, ഞാനൊരു കുറച്ച് ഷെയർ ഇട്ടു, എൻ്റെ കുറച്ച് ഷെയർ ഇട്ടു. അപ്പം നിങ്ങൾക്ക് ഈ ഷെയർ എപ്പോൾ കിട്ടുന്നോ അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾക്ക് ഞാൻ ആ ഷെയർ നിങ്ങളെ വേണമെങ്കിൽ ഒഴിവാക്കാം. ടെമ്പററി ആണ് കേട്ടോ. ഇപ്പം എക്സാമ്പിൾ പറയുന്നത് കുറച്ച് നാൾ മുമ്പ് എനിക്ക് തോന്നുവാണ്, ഓക്കെ നിങ്ങൾ വേണ്ട, നിങ്ങൾ ഇട്ട പൈസ നിങ്ങളുടെ പ്രോഫിറ്റ് തരാം, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങ് പറഞ്ഞു വിടുവാണ്. ഇതാണ് ടെമ്പററി പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടോ. ഒരു സ്പെസിഫിക് ബിസിനസ് പ്രൊജക്ടിന് വേണ്ടിയിട്ടായിരിക്കും. ചിലപ്പം പറയാൻ പറ്റില്ല, ആ ഒരു ബിസിനസ് ചിലപ്പം കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പം 2023 മാത്രം നടത്തുന്ന ബിസിനസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിലും ജോയിന്റ് വെഞ്ചർ നടത്താം എന്നുള്ളതാണ്. ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. എത്ര ടൈപ്പ് ഓഫ് ഡിഫറെന്റ് ഓർഗനൈസേഷൻ ഉണ്ട്. സോ ഗവൺമെന്റ് കൺസേണും ഉണ്ട്, കളക്റ്റീവ് കൺസേൺസും ഉണ്ട്. കളക്റ്റീവ് കൺസേൺസിലാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, കോപ്പറേറ്റീവ് സൊസൈറ്റി ഒക്കെ വരുന്നത് കേട്ടോ. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ഇപ്പൊ നിങ്ങൾ ഈ കളക്റ്റീവ് കൺസേൺ, ഗവൺമെന്റ് കൺസേൺ മറന്നു പോയാൽ തന്നെ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഓർമ്മയുള്ളതെങ്കിലും അറ്റ്ലീസ്റ്റ് എഴുതാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. സോ ഗവൺമെന്റ് കൺസേൺസ് ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്, പബ്ലിക് കോർപ്പറേഷൻ, ഗവൺമെന്റ് കമ്പനി ആൻഡ് ബോർഡ് ഓർഗനൈസേഷൻ. എന്തായാലും പഠിച്ചേ പറ്റൂ. എവിടെന്നെങ്കിലുമൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ OMRലൊക്കെ എവിടെയെങ്കിലും കാണും. പിന്നെ അല്ലാത്തുള്ള ആൾക്കാരും നോക്കിക്കോളാം. സോ ബിസിനസ് ഓർഗനൈസേഷന്റെ മേജർ ഒബ്ജക്റ്റീവ് എന്നാൽ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്രോഫിറ്റ് മോട്ടീവ് തന്നെയാണ് ഫസ്റ്റ്. ഒരു ബിസിനസ് നടത്തുന്നതിനാണ് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി, ലാഭം കിട്ടാൻ വേണ്ടി തന്നെയാണ് അല്ലേ. പിന്നെ സർവീസ് മോഡ്. ചില സമയത്ത് പബ്ലിക്കിന് സർവീസ് കൊടുക്കണം. ഇപ്പോൾ എക്സാമ്പിൾ NGO പറയുന്ന പോലുള്ള ഓർഗനൈസേഷൻസ്, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ഉണ്ടായിരിക്കും. അവരൊക്കെ സർവീസ് കൊടുക്കും. ഇപ്പോൾ ഹെൽത്ത് കെയർ സർവീസ്, പിന്നെ അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ആകാം. പിന്നെ എക്കണോമിക് പ്രൊഡക്ഷൻ ആണ്. മാക്സിമം പോസിബിലിറ്റി ഓഫ് ഗുഡ് ക്വാളിറ്റി കൊടുത്തുകൊണ്ട് പോസിബിൾ കോസ്റ്റ്, മിനിമം പോസിബിൾ കോസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. അത് നമ്മുടെ വർക്ക് ചെയ്യാൻ നമുക്ക് ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും അല്ലേ. അപ്പം ബിസിനസ് കൊണ്ട് ഒരുപാട് പേർക്ക് ജോലി കിട്ടും, നമുക്ക് ലാഭം ഉണ്ടാക്കാം, പബ്ലിക്കിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം, പ്രോഫിറ്റും ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബിസിനസ്സിൽ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ബേസിക് കാര്യം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. സോ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. സോ നമുക്ക് എങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാം. ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യാം. നമുക്ക് എങ്ങനെയാണ് ചെയ്യാം? നമുക്ക് ഡയറക്റ്റ്ലി ഒരാളുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് സാധനം വേണോ എന്നാൽ ഇപ്പോൾ തരാമെന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ്ലി സെല് ചെയ്യാം. ഇനി റീറ്റെയിൽ ചാനൽ, അതായത് നമ്മുടെ കയ്യിൽ നിന്ന് വേറൊരു കടക്കാരൻ മേടിച്ച് അവരെന്തെങ്കിലും കൺസ്യൂമറിന് കൊടുക്കുന്നു, കുഞ്ഞു കടകൾ. അതേപോലെ തന്നെ കേട്ടോ റീറ്റെയിലേഴ്സ് ഹൂ ദാറ്റ് സെൽ ടു കൺസ്യൂമേഴ്സ്. 2 ഹോൾസെയിലേഴ്സ് ആണ്. അതായത് ഇപ്പം ഞാൻ കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു ഹോൾസെയിലർ വന്നിട്ട് എൻ്റെ നിന്ന് കുറേ ആയിട്ട് മേടിക്കുവാണ്. അയാൾ പിന്നെ എന്ത് ചെയ്യുന്നു? റീറ്റെയിലറിന് കൊടുക്കുന്നു, പിന്നെ എന്തെങ്കിലും കൺസ്യൂമറിന് കൊടുക്കുന്നു. സോ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3 കോളം വരയ്ക്കാം. 3 കോളം വരച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ ഹോൾസെയിലർ, ഇവിടെ ഇൻഡസ്ട്രി വരയ്ക്കാം. ഇൻഡസ്ട്രി, ഹോൾസെയിലർ, പിന്നെ ഇവിടെ റീറ്റെയിലർ ആൻഡ് ഇവിടെ കൺസ്യൂമേഴ്സ്. ഇങ്ങനൊരു കോളം വരച്ചാൽ നന്നായിരിക്കും. സോ അങ്ങനെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഏജന്റ് ചാനൽ. സോ ഇതിനിടയിൽ ഏജന്റ് ഇതുണ്ട്. അതായത് ഇപ്പോൾ ഈ ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും ഇല്ലേ, ഇതിനിടയിൽ ഏജൻസുകൾ വർക്ക് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് വർക്ക് ചെയ്യാറുണ്ട്. ഈ റീറ്റെയിലേഴ്സിനെയും ഹോൾസെയിലേഴ്സിനെയും പിന്നെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഹോൾസെയിലേഴ്സിനെ കണക്ട് ചെയ്യുമ്പോഴും ഇവിടെ ആരുണ്ട്? ഏജന്റ് ഉണ്ട്. ഏജന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻഡസ്ട്രീനെയും ഹോൾസെയിലറിനെയും, അല്ലെങ്കിൽ ഹോൾസെയിലറിനെയും റീറ്റെയിലറിനെയും, അല്ലെങ്കിൽ റീറ്റെയിലറിനെയും കൺസ്യൂമേഴ്സിനെയും കണക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഏജന്റ് ചാനൽ. സോ ബേസിക്കലി റീറ്റെയിലേഴ്സ് ടു ഹോൾസെയിലറിൽ ഏജൻസ് ഉണ്ടാവാറില്ല. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡിൽ ഏജൻസ് ഉണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പൊ വിളിക്കാറുണ്ട് വീട്ടിലൊക്കെ, നിങ്ങൾക്ക് മാസം 15% വില കുറച്ചുകൊണ്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കാന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വിളിക്കാറുണ്ട്. സോ ബേസിക്കലി അങ്ങനെ ഏജൻസ് വരാറുണ്ട്. പക്ഷേ ഇൻഡസ്ട്രി ടു ഹോൾസെയിൽ, ഹോൾസെയിൽ ടു റീറ്റെയിലേഴ്സിൽ എന്തുണ്ട്? ഏജന്റുകൾ വരാറുണ്ട് എന്നുള്ളതാണ്. ഇനി അത് മാത്രമല്ല, വേണമെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിന്ന് ഡയറക്റ്റ്ലി റീറ്റെയിലേഴ്സിന് ചെയ്യാം. അതും ഏജന്റ് മുഖേന നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. 2 ഡയറക്റ്റ് ടു ഇൻഡസ്ട്രിയൽ യൂസേഴ്സ്. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡസ്ട്രിയൽ യൂസേഴ്സിന് ഡയറക്റ്റ്ലി നമുക്ക് മാനുഫാക്ചേഴ്സിന് വിൽക്കാൻ പറ്റും. പിന്നെ ഇൻഡസ്ട്രിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ ഇൻഡസ്ട്രിയൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ നടക്കുന്നത്? അത് കുഞ്ഞു എക്യുപ്മെന്റ്സ് ഒക്കെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നിന്ന് യൂസേഴ്സിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഏജന്റ് യൂസേഴ്സ്, ഏജന്റ് നിന്ന് എന്ത് ചെയ്യും? യൂസേഴ്സിന് കൊടുക്കാം. ഞാൻ ഇവിടെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ വായിച്ചാൽ മതി, വളരെ എളുപ്പമാണ്. സോ എന്താണ് ബിസിനസ്, എന്താണ് എക്കണോമിക്സ് എന്ന് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണമെങ്കിലും വരാം എന്നുള്ളതാണ്. നന്നായിട്ട് വായിക്കാൻ, എന്നിട്ട് ക്ലാസ് കേൾക്കുക. സോ റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് കൂടെ നോക്കുക. അപ്പോൾ നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.